വെൽക്കം ടു PSC ബിഗിനേഴ്സ് ഹെൽപ്പ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സയൻസ് സെക്കൻഡ് ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ടേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്ന കല. ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്ന കല. ടിഷ്യൂ. ആൻസർ: നെർവസ് ടിഷ്യൂ, നാഡീകല. ജന്തുകലകൾ ഒരുപാടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയുടെ ഫങ്ഷൻസ് നമുക്ക് വഴിക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: രക്തം ഡാഷ് കലക്ക് ഉദാഹരണമാണ്. രക്തം ഡാഷ് കലക്ക് ഉദാഹരണമാണ്. വിവിധതരം ജന്തുകലകളുണ്ട്. അതിൽ ഏതോ ഒരു കലയാണ് രക്തം. ആൻസർ: യോജിക കല, കണക്റ്റീവ് ടിഷ്യൂ. രക്തം എന്നത് കണക്റ്റീവ് ടിഷ്യൂവിന് ഉദാഹരണമാണ്. അപ്പോൾ പിന്നെ എന്താ ഈ കണക്റ്റീവ് ടിഷ്യൂ? എന്താ ഈ യോജിക കല? മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന കലകളാണ് യോജക കല, കണക്റ്റീവ് ടിഷ്യൂ. എക്സാമ്പിൾ: അസ്ഥി, തരുണാസ്ഥി, രക്തം. അതൊക്കെ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. ബ്ലഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിവർ ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ബ്ലഡിനെയാണ്. അതുപോലെ തന്നെ സ്റ്റഡി ഓഫ് ബ്ലഡ്, അതാണ് ഹെമറ്റോളജി. സ്റ്റഡി ഓഫ് ബ്ലഡ്, ഹെമറ്റോളജി. അതുപോലെ തന്നെ ബ്ലഡിൻ്റെ pH വാല്യൂ 7.4 ആണ്. അതുപോലെ തന്നെ ഒരു മുതിർന്ന ആൾക്കാരിൽ എത്ര എമൗണ്ട് ബ്ലഡ് ഉണ്ടാവും? 5 മുതൽ 5.5 ലിറ്റർ ബ്ലഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ബ്ലഡ് ഇല്ലാത്ത ഒരു ടിഷ്യൂ ആണ് എപ്പിത്തീലിയം. ഓക്കെ, ബ്ലഡ് ഇല്ലാത്ത ഒരു ടിഷ്യൂ ആണ് എപ്പിത്തീലിയം. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്യുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. ഓക്കെ, പിന്നെ ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് സോഡിയം സിട്രേറ്റ് ആണ്. സോഡിയം സിട്രേറ്റ്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് ബ്ലഡ് ബാങ്ക് ഇൻവെൻറ്റ് ചെയ്തത് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സസ്യങ്ങളുടെ എല്ലാ ഭാഗങ്ങളും വളരുന്നില്ല, കാരണം എന്ത്? സസ്യങ്ങളുടെ എല്ലാ ഭാഗങ്ങളും വളരുന്നില്ല, കാരണം എന്ത്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ: മെരിസ്റ്റമിക് കോശങ്ങൾ എല്ലാ ഭാഗത്തും കാണപ്പെടുന്നില്ല, അതാണ് ഇതിൻ്റെ കാരണം. എന്താ ഈ മെരിസ്റ്റമിക് കോശങ്ങൾ? സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളായ മെരിസ്റ്റമിക് കോശങ്ങളാണ് പ്ലാന്റ്സിനെ ഡിവൈഡ് ചെയ്യാനും വളരാനും ഒക്കെ സഹായിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ മെരിസ്റ്റമിക് കോശങ്ങൾ ആകെയുള്ളത് വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും അഗ്രഭാഗങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് വേരും കാണ്ഡവും മാത്രം എന്ത് ചെയ്യും? നല്ല രീതിയിൽ വളരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന കല. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന ടിഷ്യൂ ഏത്? ആൻസർ: പാരൻകൈമ. പാരൻകൈമ. പിന്നെ പാരൻകൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, അങ്ങനെ ഒരുപാട് വരാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന കല ഏത്? എക്സാം ടൈമിൽ നിങ്ങൾ ഓർക്കും ഇത് പാരൻകൈമയാണോ, കോളൻ കൈമയാണോ, സ്ക്ലീറൻ കൈമയാണോ, അങ്ങനെ പലതും നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ വരും. അതുകൊണ്ട് ഒരു ഐഡിയ ഉണ്ട്, അത് ഓർക്കാൻ. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന കലയാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ മൃദുവായ സസ്യഭാഗങ്ങളിൽ, അപ്പോൾ ആൻസറാണ് പാരൻകൈമ അല്ലേ? അപ്പോൾ പാരൻകൈമ ഓർക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ഈ പാര വെക്കലുണ്ടല്ലോ, ഈ പാര വെക്കുന്ന ചിലർ നമ്മളിടയ്ക്കൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ പാര വെക്കുന്നവർ നല്ല മൃദുവായി സംസാരിക്കുന്നവരായിരിക്കും അധികവും അല്ലേ? നമ്മളോട് നല്ല മൃദുവായി സംസാരിച്ച് അപ്പുറത്ത് പോയി നമ്മളെ പാര വെക്കും അല്ലേ? പലരും അങ്ങനെയാണ്, മൃദുവായി സംസാരിക്കുന്നവരാകും ലാസ്റ്റ് നമുക്കിട്ട് പാര പണിയാം. അപ്പം മൃദുവായ സസ്യഭാഗങ്ങളിൽ ആരാണ്? പാരൻകൈമ. മനസ്സിലായോ? അപ്പം മൃദുവായി സംസാരിച്ചവരാണ് അധിക പേരും പാര വെക്കുന്നവർ. അപ്പോൾ പാര അവിടെ വന്നു, മൃദു വന്നു. അപ്പോൾ മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന കല പാരൻകൈമ. പിന്നെ ഈ പാരൻകൈമ സസ്യത്തെ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടിയുണ്ട്.
എന്താണ് പാരൻകൈമ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സസ്യത്തെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്ന കല. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്ന കല. ആൻസർ കോളൻ കൈമ. കോളൻ കൈമ. വഴക്കവും താങ്ങുമാണ് അല്ലേ. അപ്പോൾ വഴക്കവും താങ്ങും എന്ന് പറയുമ്പോൾ വേറെ ഒന്നും കൂടി വരുന്നുണ്ട്. അത് രണ്ടും ഒരുമിച്ച് പറഞ്ഞിട്ട് ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ കേട്ടോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന കല. സ്ക്ലീറൻ കൈമ. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന കല സ്ക്ലീറൻ കൈമ. സ്ക്ലീന്നുണ്ട് കേട്ടോ, സ്ക്ലീറൻ കൈമ. ഇതിനു മുന്നേ പറഞ്ഞത് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്ന കല കോളൻ കൈമ. ഇത് രണ്ടും പരസ്പരം മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ വഴക്കവും താങ്ങുമാണ്, ഇവിടെ ആണെങ്കിൽ ബലവും താങ്ങുമാണ്. അത് ഓർക്കാനൊരു വഴിയുണ്ട്. ഇവിടെ വഴക്കമാണല്ലോ, വഴക്കവും താങ്ങുമാണല്ലോ. അപ്പം ആൻസർ കോളൻ കൈമയുമാണ്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും പാസേജ് എഴുതുമ്പോൾ, എസ്സേ എഴുതുമ്പോൾ അവിടെ കോളൻ ഇടാനുണ്ടാവും, ഫുൾ സ്റ്റോപ്പ് ഇടാനുണ്ടാവും, ബ്രാക്കറ്റ് ഇടാനുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ബ്രാക്കറ്റ് ഇടേണ്ട സ്ഥാനത്ത് നിങ്ങൾ കോളൻ ഇട്ടാൽ ആരെയിൽ നിന്ന് വഴക്ക് കിട്ടും? ടീച്ചറെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടും അല്ലേ. അതുപോലെ തന്നെ അവിടെ ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും ഇടേണ്ടത്, പക്ഷെ നിങ്ങൾ എന്താ ഇടുന്നത്? കോളൻ ഇട്ടു. അപ്പം ടീച്ചറിൽ നിന്ന് നല്ല വഴക്ക് കിട്ടും. അത് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ കോളൻ ഇട്ടു, ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സ്ഥാനത്ത് നിങ്ങൾ പോയി കോളൻ ഇട്ടു, അപ്പോൾ ടീച്ചറിൻ്റെ വഴക്ക് കിട്ടി. മനസ്സിലായോ? അപ്പോൾ വഴക്കവും താങ്ങും നൽകുന്ന കല ആരാണ്? കോളൻ കൈമ. കോളൻ ഇട്ട് മാറിയിട്ടാണ് നിങ്ങൾക്ക് നല്ല വഴക്ക് കിട്ടിയത്. അപ്പോൾ വഴക്കുണ്ടെങ്കിൽ ആരുണ്ടാവും? കോളൻ ഉണ്ടാവും. അങ്ങനെ ഓർത്താൽ മതി. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്ന കല ആരാണ്? കോളൻ കൈമ. പിന്നെ ആകെ ബാക്കിയുള്ളത് സ്ക്ലീറൻ കൈമയാണ്. അത് ബലവും താങ്ങും നൽകുന്നത് എന്ന് ജസ്റ്റ് ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്ന കല. വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്ന കല. ആൻസർ സൈലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കല. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കല. ആൻസർ ഫ്ലോയം. സൈലം, ഫ്ലോയം എന്നിവയെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഇത് കേട്ട് തഴമ്പിച്ച വേർഡ്സുകളാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈലം, ഫ്ലോയം എന്നിവ ഡാഷ് കലകളാണ്. സൈലം, ഫ്ലോയം എന്നിവ ഡാഷ് കലകളാണ്. ആൻസർ സംവഹന കലകളാണ്. സംവഹന കലകൾ. സംവഹനം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് സംവഹനം എന്നത് അല്ലേ. അതുകൊണ്ട് ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൃദയം, രക്തക്കുഴലുകൾ എന്നിവ ഏത് അവയവ വ്യവസ്ഥ? ഹൃദയം, രക്തക്കുഴലുകൾ എന്നിവ ഏത് അവയവ വ്യവസ്ഥ? ഏത് ഓർഗൻ സിസ്റ്റം? ആൻസർ സർക്കുലേറ്ററി സിസ്റ്റം. പര്യയന വ്യവസ്ഥ. എന്താണ്? സർക്കുലേറ്ററി സിസ്റ്റം. മലയാളത്തിലാണെങ്കിൽ പര്യയന വ്യവസ്ഥ. കുറച്ച് ഓർഗൻ സിസ്റ്റം നിങ്ങൾ പഠിക്കാനുണ്ട്. നോസ്, ട്രക്കിയ, ലങ്സ് എന്നിവ റെസ്പിറേറ്ററി സിസ്റ്റമാണ്. കിഡ്നി, യുറേറ്റർ, യൂറിനറി ബ്ലാഡർ എന്നിവയൊക്കെ എക്സ്ക്രീറ്ററി സിസ്റ്റമാണ്. ബ്രെയിൻ, നെർവ്സ് ഒക്കെ നെർവസ് സിസ്റ്റമാണ്. ഓക്കെ, ആൻഡ് ഓർഗാനിസം ഈസ് കമ്പോസ്ഡ് ഓഫ് വേരിയസ് ഓർഗൻ സിസ്റ്റം. ഈ അവയവ്യവസ്ഥയെല്ലാം അടങ്ങിയതാണ് എന്ത്? ഒരു ജീവി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എറിത്രോസൈറ്റ്സ് എന്നുകൂടി അറിയപ്പെടുന്ന ബ്ലഡ് സെൽ. എറിത്രോസൈറ്റ്സ് എന്നുകൂടി അറിയപ്പെടുന്ന ബ്ലഡ് സെൽ. ആൻസർ RBC, റെഡ് ബ്ലഡ് സെൽ, അതായത് അരുണ രക്താണുക്കൾ. ബ്ലഡ് സെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 തരത്തിലുണ്ട് ബ്ലഡ് സെൽസ്. ഒന്ന് റെഡ് ബ്ലഡ് സെൽസ്, അരുണ രക്താണുക്കൾ. 2 വൈറ്റ് ബ്ലഡ് സെൽസ്, ശ്വേത രക്താണുക്കൾ. 3 പ്ലേറ്റ്ലെറ്റുകൾ. ഈ RBC കുറിച്ച് പറയുകയാണെങ്കിൽ ഈ RBC എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ ഷോർട്ടാണ്. ഈ RBCൻ്റെ ഷേപ്പ് ബൈ കോൺകേവ് ഡിസ്ക് ഷേപ്പ് ആയിരിക്കും.
ബൈ കോൺകേവ് ഡിസ്ക് ഷേപ്പ്. പിന്നെ ആർ ബി സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർ ബി സിൻ്റെ ലൈഫ് സ്പാൻ 120 ദിവസമാണ്. 120 ദിവസം മാത്രമേ ഉണ്ടാവൂ ആർ ബി സി. പിന്നെ പുതിയ ആർ ബി സി ഉണ്ടാവും, അത് നശിച്ചു പോവും. അതുപോലെ തന്നെ ഈ ആർ ബി സിക്ക് റെഡ് കളറാണല്ലോ. അപ്പോൾ ഈ റെഡ് കളറിൻ്റെ കാരണം അതിൽ ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ രക്തത്തിൻ്റെ ചുവപ്പിൻ്റെ കാരണം ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഹീമോഗ്ലോബിനിലുള്ള ഒരു മെറ്റൽ ഉണ്ട്, അത് അയേണാണ്. അയേൺ കുറവാണെങ്കിൽ അനീമിയ വരും എന്ന രോഗം, അനീമിയ എന്ന രോഗം വരും. വിളർച്ച, അനീമിയ എന്ന് പറഞ്ഞാൽ വിളർച്ച. അതുപോലെ തന്നെ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പാണ് സ്പ്ലീൻ. അത് എക്സാമിന് വരാറുള്ളതാണ്. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് സ്പ്ലീനാണ്. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് ഓഫ് ഹ്യൂമൻ ബോഡി എന്നറിയപ്പെടുന്നതും സ്പ്ലീനാണ്. ബ്ലഡ് ബാങ്ക് ഓഫ് ഹ്യൂമൻ ബോഡി, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ വൈറ്റ് ബ്ലഡ് സെല്ലാണ്, WBC ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 10 മുതൽ 15 ദിവസമാണ്. ബ്ലഡ് സെൽ ഗിവിങ് ഇമ്മ്യൂണിറ്റി ടു ഹ്യൂമൻ ബോഡി. ഈ WBC നമുക്ക് രോഗപ്രതിരോധ ശേഷിയാണ് പ്രദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബ്ലഡ് സെല്ല് ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നുണ്ട്. ഹ്യൂമൻ ബോഡീൻ്റെ പരിച എന്നറിയപ്പെടുന്ന ബ്ലഡ് സെല്ലാണ് ഈ WBC ശ്വേതരക്താണുക്കൾ. മനുഷ്യരുടെ പരിച, മനുഷ്യ ബോഡിയിലെ പരിച എന്നറിയപ്പെടുന്നത് WBC ആണ്. പരിച എന്ന് പറയുന്നത് എന്താ? വാരിയർ, തടഞ്ഞു നിർത്തുന്നത്. രോഗങ്ങൾക്കെതിരെ തടഞ്ഞു നിർത്തുന്ന ഒരു പരിചയാണ് ആരെ? WBC. ന്യൂക്ലിയസ് അടങ്ങിയിരിക്കുന്ന ഒരേ ഒരു ബ്ലഡ് സെല്ല് ശ്വേതരക്താണുക്കളാണ്, WBC ആണ്. ഇനി ഈ WBC തന്നെ 5 ടൈപ്പ് ഉണ്ട്. ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, അങ്ങനെയുണ്ട്. ലാർജസ്റ്റ് WBC ആണ് മോണോസൈറ്റ്. ഓക്കെ, അത് ഓർക്കണം. ഏറ്റവും വലിയ WBC ആണ് മോണോസൈറ്റ്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ WBC ആണ് ലിംഫോസൈറ്റ്. ഏറ്റവും വലിയ WBC മോണോസൈറ്റ് ആണ്, ഏറ്റവും ചെറിയ WBC ലിംഫോസൈറ്റ് ആണ്. HIV എഫക്റ്റ് ചെയ്യുന്നത് ഈ ലിംഫോസൈറ്റിനാണ് കേട്ടോ. ലിംഫോസൈറ്റ് ആണല്ലോ ചെറുത്. അപ്പോൾ പിന്നെ നമുക്ക് ചെറിയ ആൾക്കാരെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണല്ലോ. അതുകൊണ്ട് HIV കീഴ്പ്പെടുത്തുന്നത് ആരെയാണ്? ഈ ചെറിയ ആളായ ലിംഫോസൈറ്റിനാണ്. പിന്നെയോ അധികമായിട്ട് WBC പ്രൊഡ്യൂസ് ചെയ്താലും പ്രശ്നമാണ്. അവിടെ ഒരു രോഗം വരും, ലുക്കീമിയ. ഓക്കെ, അതുപോലെ തന്നെ WBC കുറഞ്ഞാലും പ്രശ്നമാണ്, അതും ഒരു രോഗമാണ്. അതാണ് ലുക്കോപ്പീനിയ. മനസ്സിലായോ? WBC കൂടിയാലും രോഗമാണ്, കുറഞ്ഞാലും രോഗമാണ്. കൂടിയാൽ ലുക്കീമിയ, കുറഞ്ഞാൽ ലുക്കോപ്പീനിയ. മനസ്സിലായോ? ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന ബ്ലഡ് സെൽ കൂടിയാണ് WBC. ഇനി ന്യൂട്രോഫിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അറിയപ്പെടാത്ത മൈക്രോബ്സ്, നമുക്ക് വേണ്ടാത്ത മൈക്രോബ്സ് നമ്മുടെ ശരീരത്തിൽ പോയാൽ ന്യൂട്രോഫിൽ പോയിട്ട് അതിനെ കൊല്ലും. മനസ്സിലായോ? ഇനി ഈസിനോഫിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൺട്രോളിങ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്. പിന്നെ ഉള്ളത് ബേസോഫിലാണ്. ബേസോഫിലി ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹെപ്പാരിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ലിംഫോസൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിംഫോസൈറ്റ് രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നുണ്ട്, ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. WBCൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 4000-നും 11,000-നും ഇടയിലാണ് കേട്ടോ, പെർ മൈക്രോ ലിറ്റർ ഓഫ് ബ്ലഡ് ആണ്. ഇനി WBC കൗണ്ട് 4000-ൽ കുറവാണെങ്കിൽ അയാൾക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണെന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ത്രോംബോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന ബ്ലഡ് സെൽ. ത്രോംബോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന ബ്ലഡ് സെൽ. ആൻസർ പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റുകൾ. പ്ലേറ്റ്ലെറ്റിൻ്റെ ലൈഫ് സ്പാൻ 10 ദിവസമാണ്. പിന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായം ചെയ്തു കൊടുക്കലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറഞ്ഞാലും പ്രോബ്ലമാണ്. അതാണ് ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നു. പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്നതിനെ
ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇനാബിലിറ്റി ഓഫ് ക്ലോട്ടിങ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ, അതാണ് ഹീമോഫീലിയ അല്ലേ. അതൊരു രാജകീയ രോഗം എന്നൊക്കെ ആ ഹീമോഫീലിയയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ക്രിസ്മസ് ഡിസീസ് അല്ലെങ്കിൽ ബ്ലീഡേഴ്സ് ഡിസീസ്, അങ്ങനെ പല രീതിയിലും ഹീമോഫീലിയ എന്ന രോഗത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് രാജകീയ രോഗം, ക്രിസ്മസ് ഡിസീസ്, ബ്ലീഡേഴ്സ് ഡിസീസ്, അങ്ങനെ ഒരുപാട് തരത്തിൽ ഹീമോഫീലിയ എന്ന രോഗത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഹീമോഫീലിയ എന്ന് പറയുന്നത് രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായ എലമെൻറ്റ് കാൽഷ്യം ആണ്. അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായ വൈറ്റമിൻ കെ ആണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായ പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായ എൻസൈം ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. ഇവ ഓരോന്നും വേർതിരിച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായ വൈറ്റമിൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കാൽഷ്യം എഴുതും. അതുകൊണ്ട് ഇതെല്ലാം വേർതിരിച്ച് പഠിക്കണം. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായ വൈറ്റമിൻ കെയും ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായ പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജനും ആണ്. അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായ എൻസൈം ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്, ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. ക്വസ്റ്റ്യൻ എ, ബ്ലഡ് മസിൽ ലിഗമെന്റ് ബോൺ. ബ്ലഡ് മസിൽ ലിഗമെന്റ് ബോൺ, ഒറ്റയാന് മസിലാണ് കേട്ടോ. ഇതിൽ ഓഡ് വൺ മസിലാണ്, കാരണം ബാക്കിയുള്ളവയെല്ലാം കണക്റ്റീവ് ടിഷ്യൂസാണ്. കണക്റ്റീവ് ടിഷ്യൂസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോളൻ കൈമ, എയറൻ കൈമ, പാരൻ കൈമ, ക്ലോറൻ കൈമ. ആൻസർ കോളൻ കൈമ. ബാക്കിയുള്ളവയെല്ലാം പാരൻ കൈമയുടെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ഓക്കെ. സി, ബോൺ ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, കാർട്ടിലേജിനസ് ടിഷ്യൂ, ബ്ലഡ്. ഒറ്റയാൻ മസ്കുലർ ടിഷ്യൂ ആണ്. ബാക്കിയുള്ളവയെല്ലാം കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോഡി മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ടിഷ്യൂ ഏത്? ബോഡി മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ടിഷ്യൂ ഏത്? ആൻസർ മസ്കുലർ ടിഷ്യൂ. മസ്കുലർ ടിഷ്യൂ. എന്താണ് ടിഷ്യൂ? എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ്. ഒരുപോലെയുള്ള ഒരുപാട് കോശങ്ങൾ ചേർന്ന ഗ്രൂപ്പാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. പലതരം ടിഷ്യൂസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മസിൽസ് ഓഫ് ലിംസ് ആർ ഡാഷ് മസിൽ. മസിൽസ് ഓഫ് ലിംസ് ആർ ഡാഷ് മസിൽ. ഓപ്ഷൻ എ വോളണ്ടറി മസിൽ, ഓപ്ഷൻ ബി ഇൻവോളണ്ടറി മസിൽ. ആൻസർ വോളണ്ടറി മസിൽ. എന്താണ് വോളണ്ടറി മസിൽ? നമ്മുടെ ഇച്ഛക്കനുസരിച്ച് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന മസിൽസ് ആണ് വോളണ്ടറി മസിൽസ്. എക്സാമ്പിൾ കയ്യിലും തുടയിലുമുള്ള മസിൽസ് ഒക്കെ പറയാം. അതുപോലെ തന്നെ എന്തായി ഇൻവോളണ്ടറി മസിൽസ്? നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന മസിൽസാണ് ഇൻവോളണ്ടറി മസിൽസ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എക്സാമ്പിൾ ആലിമെൻ്ററി കനാലിലെ മസിൽസ്, ഐലിഡ്സിലെ മസിൽസ്, മിഡിൽ ഇയർ മസിൽസ്, അവയൊക്കെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, പ്ലീസ് ഷെയർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു വീഡിയോസ് ഡെയിലി ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം ഇത് കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വീഡിയോ ചെയ്യാൻ. പഠിക്കുന്നത് പോലെയല്ല പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ പഠിപ്പിക്കുന്നത് പോലെയല്ല ഇങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് പ്ലീസ് സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നത്. ഇനിയും ഒരുപാട് കവർ ചെയ്യാനുണ്ട്. 6th നോക്കണം, 7th നോക്കണം, 8th ഇനിയും ഉണ്ട്, 9th ഉണ്ട്, 10th ഉണ്ട്, കെമിസ്ട്രി നോക്കണം, എല്ലാം നോക്കാനുണ്ട്, ബയോളജി നോക്കാനുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളത് കവർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് പ്ലീസ് സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക, അവരും പഠിച്ചോട്ടെ ഇതൊക്കെ കേട്ടിട്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.